അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒരു കിണർ കണ്ടോ? ഇത് കാണുമ്പോൾ നമുക്കൊരു സാധാ കിണറാണ് അല്ലേ, നല്ല പുതിയ വൈറ്റ് വാഷൊക്കെ ചെയ്ത് നല്ല സൂപ്പറായിട്ടുണ്ടാക്കിയൊരു കിണർ. പക്ഷേ ഈ ഒരു കിണറിന് ഭയങ്കര ഇൻസ്പിറേഷനായിട്ടുള്ളൊരു കഥ പറയാനുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ ഒരു എന്താ പറയുക, കൊടും വേനൽ നമ്മുടെ നാട്ടിൽ നിന്ന് കഴിഞ്ഞു പോയി. ഇപ്പോൾ മഴക്കാലത്തേക്ക് ഇങ്ങനെ കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നല്ലൊരു മനുഷ്യസ്നേഹി അദ്ദേഹത്തിൻ്റെ ഉമ്മാൻ്റെ മരണശേഷം ഉമ്മാക്ക് വേണ്ടി ഉമ്മാൻ്റെ പേരിൽ അവരുടെ മരണശേഷം ചെയ്തു കൊടുത്ത ഒരു പുണ്യപ്രവൃത്തിയാണ് ഈ ഒരു കിണർ. അഥവാ ഏകദേശം ഇവിടെ ഒരു 1/2 സെൻറ്റ് സ്ഥലം അദ്ദേഹം വാങ്ങി. ഇതെവിടെ നോക്കി ഒരുപാട് വീടുകളുണ്ട്. പിന്നെ ഒരു കോളനി സെറ്റപ്പ്, കോളനിയല്ല പക്ഷേ അടുത്തടുത്ത് ഒരുപാട് വീടുകളുള്ളൊരു മേഖലയാണ്. വെള്ളത്തിന് ഭയങ്കര ക്ഷാമമുള്ളൊരു മേഖലയാണ്. അഥവാ സാധാരണ ഗതിയിൽ റോഡിൽ നിന്ന് കുറച്ച് ഹൈറ്റ് ആയിട്ടുള്ള ചെറിയൊരു കുന്നാണ് കണ്ടോ. ഇപ്പോൾ ഞാൻ കുന്നിൻ്റെ നടുവിലാണുള്ളത്. അവിടെ ഒരു തോട്ടവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ വെള്ളത്തിന് ഭയങ്കര ഡിമാൻഡാണ് ഇവിടെ, വെള്ളം കിട്ടാനില്ല ഈ ഒരു സ്ഥലത്ത്. ഇത് പിന്നെ മണ്ണാർക്കാട് തന്നെയാണ്, കുമരമുത്തൂർ പഞ്ചായത്തിൽ മല്ലിയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ചെയ്തു കൊടുത്തിട്ടുള്ളത് എൻ്റെ നാട്ടുകാരനായിട്ടുള്ളൊരു മനുഷ്യനാണ്. അലിക്ക എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ മരണശേഷം ഉമ്മ അണിഞ്ഞിരുന്ന പിന്നെ കാതിലും പിന്നെ അത്യാവശ്യം അണിഞ്ഞിരുന്ന സ്വർണം ഉപയോഗിച്ച് അതൊന്നും അവർ ഊരി വെക്കാതെ, അതാണ് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള കാര്യം. കാരണം നമ്മൾ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും മുതലിന് വേണ്ടി മക്കൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറുന്ന ഒരു കാലഘട്ടം കൂടിയാണുള്ളത്. അപ്പോൾ ഇത്രയും നല്ലൊരു പുണ്യപ്രവൃത്തിയാണ് അവരെ ചെയ്തു കൊടുത്തിട്ടുള്ളത്. ആ മക്കൾ എല്ലാവരും കൂടിയിട്ട് ചെയ്തു കൊടുത്തിട്ടുള്ളത്. നമുക്ക് നല്ല വൃത്തിക്ക് സൂപ്പർ കിണറാട്ടോ, പുതിയതാണ്. ഏകദേശം 1/2 സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ട് അതിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പിന്നെ കിണറിൻ്റെ പണി ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. 2 മോട്ടർ ഓൾറെഡി ഇതിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് വീട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. ഇതിപ്പോൾ ഒരു പരസ്യപ്പെടുത്താൻ വേണ്ടി എടുത്തൊരു വീഡിയോ ഒന്നുമില്ല. പക്ഷേ ഇങ്ങനെ പിന്നെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയൊക്കെ മുതലിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും കൊലപാതകമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലും ഇങ്ങനെ മാറി ചിന്തിക്കാൻ പറ്റുന്ന മക്കളുണ്ട് എന്നൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു പ്രചോദനമായിട്ട് മറ്റാർക്കെങ്കിലുമൊക്കെ അനുകരിച്ച് അവർക്കും ആ ഒരു പുണ്യം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു എന്താ പറയുക, പ്രചരണത്തിന് വേണ്ടി എടുത്തതല്ല. പക്ഷെ ഇതൊരു ഇൻസ്പിറേഷനാണ്, പല ആളുകൾക്കും ഇൻസ്പിറേഷനാണ്. വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും മുതലിന് വേണ്ടി തല്ലും ബഹളവും കൊലപാതകം വരെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലോ പല ആളുകളും എന്നുള്ളൊരു ലെവലിലാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇതാ ഐഷണ്ണി തോണിയൽ, വൈഫ് ഓഫ് അബൂബക്കർ ഹാജി, സ്മാരക പൊതുകിണർ, പ്രദേശം ചങ്ങലേരി മല്ലി, വാർഡ് 12, സമർപ്പണം 2024. ഈ ഒരു വർഷത്തിൽ ഇപ്പോൾ 2 ദിവസം മുമ്പാണ് ഇതിൻ്റെ പിന്നെ ഔദ്യോഗികമായിട്ട് ഇത് ആളുകൾക്ക് വിട്ടുകൊടുത്തത്. പഞ്ചായത്ത് മെമ്പറും അതുപോലെ തന്നെ ഈ സ്ഥലം വാങ്ങിക്കൊടുത്ത അലിക്ക അടക്കമുള്ള ആളുകൾ ആണിത് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരുപാട് പേർക്ക് ഉപകരിക്കും. അതുമാത്രമല്ല പിന്നെ അവരുടെ വിശ്വാസപ്രകാരം നല്ലൊരു സ്വതക്കയാണ്. കാരണം നല്ലൊരു സംഭാവനയാണിത്. ഇതിന്ന് ഒരു തുള്ളി വെള്ളം പറവകളോ മനുഷ്യന്മാരോ ആരെടുത്താലും ശരി, അതിൻ്റെ ആ ഒരു പുണ്യം ആ ഒരു ഉമ്മക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഇസ്ലാമിക വിശ്വാസം. അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം അവർ ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ പിന്നെ അത്ഭുതകരമായിട്ട് തോന്നിയത്, ഞാൻ പറഞ്ഞല്ലോ, ഉമ്മാൻ്റെയും പാപ്പാൻ്റെയും മുതൽ മരിച്ച് കുറച്ച് കാലം, ഒരു വർഷമൊക്കെ കഴിയുന്നതിന് മുമ്പ് തന്നെ പരസ്പരം മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടി പിന്നെ വെട്ടും കൊലയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനത്തെ ഒരു ചിന്താഗതി ഇവർ ചിന്തിച്ചതെന്നുള്ളതാണ്. ഏകദേശം 2 ലക്ഷത്തിന് മുകളിൽ തോന്നുന്നുണ്ട് ഇതിൻ്റെ ഏകദേശം എക്സ്പെൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇവിടെയുള്ള ഒരുപാട് പിന്നെ ഫാമിലി ഉണ്ട്, തായും മേലേക്കായിട്ട് ഒരുപാട് ഫാമിലികളുണ്ട്. അവിടെയൊക്കെ ഒരുപാട് വീട്ടുകാരുണ്ട്, അവർക്കൊക്കെ ഒരുപാട് ഉപകരിക്കും. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ നല്ല നല്ല പ്രവൃത്തികളാണല്ലോ നമ്മൾ പുറം ലോകത്തേക്ക് എത്തിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലത്തെ നല്ല നല്ല പ്രവൃത്തികളാണല്ലോ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും. എന്തായാലും ഈ ഒരു പുണ്യപ്രവൃത്തി ചെയ്തവർക്ക് പടച്ചവൻ ഒരുപാട് അനുഗ്രഹങ്ങൾ ചുരിഞ്ഞ് നൽകട്ടെ. അതേപോലെ തന്നെ ഖബറിൽ കിടക്കുന്ന ഉമ്മാക്ക് ഇതിൻ്റെ പ്രതിഫലം ഏറ്റി കൊടുക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ്.